അപ്പോൾ ആറാട്ടണ്ണനെ തിയേറ്ററിൽ നിന്ന് ഇറക്കി വിട്ട കാര്യം അറിയാലോ. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അത് തീർച്ചയായിട്ടും നന്നായെന്നും പറയില്ല, നന്നായെന്നും പറയുന്നില്ല. അതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ ഒരു മാറ്റമാണല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാട്ടണ്ണനൊന്നും തിയേറ്ററിൽ നിന്ന് റിവ്യൂ പറഞ്ഞ ഒരാളായിട്ട് മാത്രം നിൽക്കുന്ന ആളല്ല. ആറാട്ടണ്ണൻ ഒരു PhD ഒക്കെ ഉണ്ട്, സയന്റിസ്റ്റ് ആണെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു മേഖലയിൽ പുള്ളിക്ക് പോകാമല്ലോ, റിസർച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിയേറ്ററിൽ സിനിമ കാണില്ലെന്ന് പറയാൻ പറ്റില്ല. പുള്ളിക്ക് എവിടെ വേണമെങ്കിൽ പോയി സിനിമ കാണാം രാജ്യത്ത്. വനിതാ എന്ന് പറഞ്ഞാൽ കേന്ദ്രം മാത്രമല്ല, അത് ഫേമസ് ആയി. പുള്ളിക്ക് ഈ ഫെയിമിൻ്റെ ആവശ്യമില്ല, പൈസ ഉണ്ട്. പക്ഷേ ഫെയിം ആഗ്രഹിച്ചു പുള്ളി അത് നേടി, അറിയാണ്ട് വൈറലായെന്നൊക്കെ പറയുന്നു. അതൊക്കെ അത്ര നല്ലതെന്നല്ല. പുള്ളി എല്ലാ റിവ്യൂവിലും കയറി നിൽക്കേണ്ടതുകൊണ്ട് വൈറലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെയിം കിട്ടി പുള്ളിക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫെയിം കിട്ടിയപ്പോൾ പുള്ളി കുറച്ചുകൂടി പോസിറ്റീവായിട്ടൊക്കെ ഒരുപാട് ഈഗോ ചെയ്തു. അപ്പോൾ അതും ഇതും പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ തിയേറ്റർ ഓണറിൻ്റെ ഒപ്പമാണെന്ന് വെച്ചാൽ അല്ല, തിയേറ്റർ ഓണർ കാണിക്കേണ്ടത് പുതിയ പുതിയ അണ്ണന്മാരെ തിയേറ്ററിൽ കയറ്റാണ്ടിരിക്കുക, മനസ്സിലായ? പബ്ലിക്കിനെ മാത്രം കയറ്റുക. ആറട്ടണ്ണൻ്റെയും വനിതാ വിനോദത്തിൽ കയറ്റിയില്ലെങ്കിൽ പബ്ലിക്കിൽ വരുന്ന ആൾക്കാരിൽ പുതിയ പുതിയ അണ്ണന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, ഈ ബോച്ചടയൊക്കെ വേഷങ്ങൾക്ക് വരുന്ന ആൾക്കാർ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ മാറ്റം വരും, മനസ്സിലായോ? ഇന്നിപ്പോ പെരേരയും അഭിലാഷും അണ്ണനും മാത്രമേ ഇല്ലാണ്ടിരുന്നുള്ളൂ, ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ പുറത്താക്കണമെന്നാണോ പെരേര പറയുന്നത്? ആ തന്നെ, കോപ്രായം കാണിക്കുന്ന ആൾക്കാരെയൊക്കെ പുറത്താക്കണമെന്ന്. അഭിലാഷിനെ മാത്രമല്ല, ഒരുപാട് ആൾക്കാരുണ്ട് കോപ്രായം കാണിക്കാൻ പറയുന്നത്. കോപ്രായം കാണിച്ചില്ലെങ്കിൽ നടപടി എടുക്കുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കണം. സിനിമ കാണിക്കാൻ കയറ്റണം. കയറ്റിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ തിയേറ്ററാണല്ലോ, അയാളുടെ മാനേജറിന്റെ ഒരു തിയേറ്ററാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമ നാളെ സ്റ്റേഷനിൽ പോയപ്പോൾ സിനിമ കാണിക്കാൻ ആർക്കും അവകാശം ഇല്ലെന്ന് പറഞ്ഞു. സിനിമ കാണിക്കാണ്ടിരിക്കാനായിട്ട് റിവ്യൂ പറയാണ്ടിരിക്കാൻ അവർക്ക് പറ്റും. ഓൺലൈൻ മീഡിയ ആണല്ലോ ഇവരുടെയൊക്കെ ബൈറ്റ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ പുതിയ അണ്ണന്മാരെ വളർത്തുന്നതും കൊണ്ടുവരുന്ന ഓൺലൈൻ മീഡിയ ആണ്. അപ്പൊ അവരിങ്ങനെ നോക്കിയും കണ്ടൊക്കെ ഇപ്പൊ നമ്മൾ ആറട്ടെണ്ണം വൈറലാക്കി കഴിഞ്ഞതിന് ശേഷം ഓൺലൈൻ മീഡിയ പലതും സൃഷ്ടിക്കുകയായിരുന്നു പലതും, മനസ്സിലായി? അതൊക്കെ ഇനിയും മാറിയാൽ കൊള്ളാം. സിനിമ നടന്മാർ മാത്രം വന്ന് അഭിപ്രായം പറയുക, അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള മാന്യമായിട്ടുള്ള ആൾക്കാർ വന്ന് കോപ്രായം കാണിക്കേണ്ട അഭിപ്രായം പറയുക. അല്ലാണ്ട് അഭിപ്രായത്തെ കോപ്രായത്തിലേക്ക് മാറ്റുന്നത് പുതിയ അണ്ണന്മാരാണ്, നമ്മളൊന്നും അല്ല. നമ്മൾ കാര്യം പറയുന്നത് ഒരിക്കലും കോപ്രായം. അപ്പൊ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ ഒരു കോപ്രായം കാണിച്ചിട്ടല്ലേ താങ്കളും ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നത്? കോപ്രായം എന്ന് പറഞ്ഞാൽ മറ്റേ കിംബോയ് കാണിച്ച പോലെ ന്യൂസ് അറ്റൻഷന് വേണ്ടി എല്ലാം മറ്റേ കൈ കിട്ട് കാണിക്കുക, ഇങ്ങനെയാണ് കാണിക്കുക. അങ്ങനെയാണ് നമ്മൾ കാണിച്ചിട്ടില്ല. ഒരു ഡാൻസ് സ്റ്റെപ്പ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, അതൊരു ടൈം വരെ കാണിച്ചിട്ടുള്ളൂ. അത് പിന്നെ മാറ്റി. പിന്നെ ഈ ടെർബോ ഇറങ്ങിയ ദിവസം ആരും ഒരു കോപ്രായം തിയേറ്ററിൽ നടത്തിക്കില്ലെന്ന് പറഞ്ഞിട്ടും പോലും കോപ്രായം വന്നു, മനസ്സിലായോ? പുഷ്പ ഇറങ്ങിയപ്പോൾ, നമ്മൾ മാർക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് കോപ്രായങ്ങളാണ് വനിതാ തിയേറ്ററിലുള്ളത്. ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ നിർത്തുക, മനസ്സിലായോ? കോപ്രായം കാണിക്കുന്നതും പുതിയ പുതിയ അണ്ണന്മാർ വരുന്നതും നിർത്തുക, മനസ്സിലായോ? അപ്പം സന്തോഷ് പെരക്കി അലിഞ്ചോസ് പെരേരയെ തിയേറ്ററിൽ നിന്ന് വിലക്കി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ന്യൂസ് ആവുമെന്ന് പറഞ്ഞ് തിയേറ്റർ വിലക്കുന്ന അത്ര വലിയ സംഭവമല്ല. കാരണം നമുക്ക് ജീവിക്കാനുള്ള നമുക്ക് ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ വീട്ടിൽ ഇരുന്നാൽ പോലും റെമ്യൂണറേഷൻ കിട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ തിയേറ്ററിൽ വന്നുള്ള ഈ അറ്റൻഷൻ തീരെ താല്പര്യം കുറഞ്ഞു. കാരണം നമുക്ക് ഒരുപാട് ഫങ്ഷനും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മീഡിയ അറ്റൻഷൻ കിട്ടുന്നുണ്ട്. നമ്മൾ പൈസ കൊടുത്ത് മീഡിയക്കാർ സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ, കാരണം പൈസ അത്യാവശ്യം കിട്ടുന്നതുകൊണ്ട്. അപ്പൊ ഇനി ഈ തിയേറ്ററിൽ വന്ന് പടം കാണാൻ താല്പര്യമില്ല, വിളിച്ചു കഴിഞ്ഞാൽ വരും, മനസ്സിലായോ? വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് അഭിനയിച്ച പടങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വരും. അപ്പോൾ നമ്മള് പോലീസ് സ്റ്റേഷനിൽ പോയി പറയും, ചേട്ടാ ഇന്നയാൾ വിളിച്ചിട്ടുണ്ട്, പോകാൻ പറ്റുമോ എന്ന് സ്റ്റേഷനിൽ പോയി ചോദിക്കും. അല്ലാണ്ട് റിവ്യൂ പറയാൻ വേണ്ടി അല്ല, പടം കാണാൻ വേണ്ടി. റിവ്യൂ പറയാൻ താല്പര്യമില്ല, റിവ്യൂ പറയാൻ വരുന്നത് തിയേറ്ററിലേക്ക് വരില്ല. അപ്പൊ ഇനി നടനായിട്ട് വരാനാണ് താല്പര്യം. നമ്മളെ പോസ്റ്ററുള്ള പടങ്ങളൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഒരു പടം ചിലപ്പോൾ പോസ്റ്റർ വരാം. പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പുതിയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിവ്യൂ എന്ന് മാറി ഇനിയിപ്പോൾ ആങ്കറിങ് നോക്കുന്നുണ്ട്. നടന്മാരെയും ഡയറക്ടർമാരെയും നേരിട്ട് പോയി കണ്ടിട്ടുള്ള ആങ്കറിങ് പരിപാടികൾ പിടിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ പുതിയ ട്രിക്കും പരിപാടിയുമായിട്ട് ഇനിയും രംഗത്ത് തന്നെ ഉണ്ടാവും. നമ്മളാർക്കും വെല്ലുവിളിയല്ല. നമ്മുടെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നു കഴിഞ്ഞാൽ കരണം നോക്കി തന്നെ അടിക്കുമെന്ന് ഞാൻ പറയും. വെല്ലുവിളി